അടൂസാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന മരിച്ചാൽ എനിക്ക് ഞങ്ങളെ തമ്മിൽ ഒരു പരിചയമില്ലൊന്നുമില്ല. നോക്കാൻ പിടിക്കാൻ അവിടെ വെക്കും. പിന്നെ ഈ ഓണം ഇതൊക്കെ വരുന്ന സമയത്ത് ആശംസകൾ എഴുതിയിട്ട് കാർഡ് ഇടും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തുറന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങനെ വിളിച്ചു വന്നിട്ട് എൻ്റെ കുറേ ഫോട്ടോ കക്ഷി തന്നെ സ്വന്തം സ്റ്റിൽ ഫോട്ടോ കുറേ എടുത്ത് എന്നിട്ട് താടി അന്ന് കുറ്റി രോമങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്നും പഠിക്കണ്ട, ഞാൻ നിങ്ങളുടെ വിളിക്കുമ്പോൾ വന്നാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഇതിൻ്റെ മുമ്പേ ആ ആക്ടറെ കുറിച്ചിട്ട് ആ ക്യാരക്ടറെ കുറിച്ച് പഠിച്ച് സ്റ്റഡിയാക്കി അവരത്ര അത് സ്റ്റഡി ചെയ്യുന്നുണ്ട് സിനിമയെ കുറിച്ചിട്ടാണ്. നരേന്ദ്ര പ്രസാദിൻ്റെ ഒരിതുണ്ട്, ഒരു സീൻ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് വെള്ളം കുടിച്ചിട്ട് ഡയലോഗ് പറയാനുണ്ട്. ഒരു 10 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുക, പറയുക, പിന്നെ പറയുക, പിന്നെ ഇത് തന്നെ. ഇന്നലെ ശേഷമാണ് അത് ഓക്കെ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇങ്ങനെ വലിയ നടനിലായിക്കോട്ടെ പോയിക്കൊണ്ടു. മോഹൻലാലിൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിരുന്നു നരൻ എന്ന് പറഞ്ഞ സിനിമയുടെ അടുത്ത്. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കടന്നു പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്ന നമ്മുടെ ഒപ്പരം അഭിനയിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ സാർ ഇങ്ങനെ ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ ഒരു 74-75 വയസ്സായി. ഇത്രയും കാലത്തുകൊണ്ട് എനിക്ക് മനസ്സിലായ സംഭവമാണ്. നമ്മളൊരു ഒന്നിനും ഇഷ്ടപ്പെട്ട അതിനകത്തേക്ക് നമ്മൾ മെനക്കെട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അതിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. മൈം എന്ന് പറഞ്ഞിട്ടൊരു 1 man ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? പറഞ്ഞ മാതിരി ആക്ടിങ്ങിൻ്റെ വേറൊരു ഭാഗമാണ് മൈം എന്ന് പറയുന്നത്. അതെ, സാധനങ്ങളില്ലാതെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഓൺലി മ്യൂസിക് വെച്ചിട്ടാണ് അത് ചെയ്തത്. അങ്ങനെയായിരുന്നു. അത് ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന അതൊരു കാസറ്റ് പറഞ്ഞ മാതിരി കാസറ്റിൽ ഒരു മ്യൂസിക്കിൻ്റെ അകത്ത് ഞാനൊരു സംഭവം കണ്ടെത്തും, എന്തെങ്കിലും ചെറിയ സംഭവം. പിന്നെ അത് മ്യൂസിക്കിൽ ഇതിനകത്ത് ഇട്ടുന്നു. അത് മ്യൂസിക് തുടങ്ങിക്കഴിഞ്ഞാൽ അഭിനയം തുടങ്ങുന്നു, ആക്ടിങ് തുടങ്ങുന്നു. ആ മ്യൂസിക് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇത് തീരും. അങ്ങനെയാണ് അതിൻ്റെ രീതി. ചെറിയൊരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു വളരെ ഒരു അധികാരം കാണിക്കുന്ന ഒരാൾ തൊപ്പിയും മറ്റേ മിലിറ്ററി തൊപ്പിയും മറ്റേ തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അധികാരം തോക്കും ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു തേനീച്ച അയാൾ ചുറ്റും നടക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്നു. അതിന് അക്രയം വേണ്ടി പോയി തേനീച്ച അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറുന്നു. പിന്നെ തേനീച്ചനുള്ളിൽ കൂടെ അവിടെ കളിച്ച് ഇവിടെ കളിച്ച് അങ്ങനെ കളിച്ചപ്പോൾ അയാൾക്ക് ഇറിറ്റേഷൻ തേനീച്ച പുറത്തേക്ക് പിടിക്കുന്നു. അതൊക്കെ ഈ മ്യൂസിക്കിന് കണക്കായിട്ട് ഇങ്ങനെ വരും. ഓരോ മൂവ്മെൻറ്റും ഇപ്പം ഇവിടെ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഉണ്ടാകുന്ന വയലിൻ പീസിന് കണക്കായിട്ട് നമ്മുടെ ബോഡി ഇതിങ്ങനെ ഇങ്ങോട്ടിരിക്കും. അങ്ങനെ അവസാനം ആ ഈച്ച പുറത്തേക്ക് പോകുന്നപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ ഒരു ഈച്ചേനെ കൂട്ടുണ്ടാവും. അതിനെ കൊണ്ട് തോക്കൊണ്ട് അടിക്കുന്നതോട് കൂടിയിട്ട് ഈച്ചേൻ്റെ കൂട്ടം നന്നായിട്ട് ഇങ്ങനെ ഇളകി ഇയാളുടെ അടുത്തേക്ക് വരുന്നുവെന്ന് മ്യൂസിക്കിലൂടെ കാണിക്കുന്നത്. വന്ന് ഇവിടെ വന്നങ്ങാണ്ട് കംപ്ലീറ്റ് ഇയാൾ അപ്പോൾ ഇയാൾ ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് മുഴുവനും അത് വികൃതമായി മാറും. ഇതിങ്ങനെ കടിച്ച് മീശ വരച്ചത് അത് പുതിയ മീശയൊക്കെ ഫുള്ള് വന്ന പാറ്റേൺ ആയിരിക്കില്ല അയാൾ പോകുന്നുണ്ട്. അങ്ങനെ അയാൾ ഡൗണായി വീഴുന്ന സാധനം. അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ വെറുതെ പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിനുള്ള സന്ദർഭം കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി മെയിൻ ഫെയിം പ്രേമനും ഇവരൊക്കെ ഒരുക്കി തരും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതാണ്. അത് ജയപ്രകാശ് കുളു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ പിന്നെ ഒരു നാടകക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഇത്തരം കുറേ സാധനങ്ങളുടെ വലിയൊരു പ്രാന്താണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇത്തരം രീതിയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കൊറ്റക്ക് ചെയ്യാവുന്ന മ്യൂസിക്കിൽ ചെയ്യാവുന്ന ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ ഉടലെടുത്ത കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. മൈം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇത് പെർഫോം ചെയ്തത് ലോക നാടക ദിനത്തിൽ ആയിരുന്നു മൈം എന്നുള്ള ഒരു ഷോ. അന്നാണത് കോഴിക്കോട് ടൗൺ ഹാളിൽ കളിച്ചത്. അതൊന്നായിട്ട് അതുവരെ കളിച്ചിരുന്ന എല്ലാ സാധനവും കൂടി കളക്ട് ചെയ്തിട്ട് ലോക നാടക ദിനത്തിൻ്റെ അന്ന് അതെല്ലാം കൂടി വെച്ചിട്ട് അതെ നമ്മൾ അണിയറയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ അണിയറ എന്ന് പറയുന്ന ഒരു ബാനറിൽ ചെയ്തതാണ്. അത് കളിച്ച് അവിടെ നിർത്തിയ മൈതിയാണ്. പിന്നെ ഡ്രംസ് പ്ലേ ചെയ്തത് പറയുന്നത് ആ ഒരു ഏത് സമയത്തായിരിക്കും അതൊക്കെ? അത് അന്ന് കോഴിക്കോട് എനിക്കൊന്ന് ഒരു 80-ന്റെ അവസാന കാലഘട്ടങ്ങളിലായിരിക്കും. കോഴിക്കോട് ക്യാബറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ക്യാബറ ഡാൻസ്. അത് പിന്നെ കോഴിക്കോട് വിധമല്ല, ആദ്യം ഒരു വലിയ ഹോട്ടലിൽ മാത്രമായിരുന്നു. അന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലിൽ വളരെ കുറവുണ്ട്. അത് പിന്നെ 2 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന്
അത് പിന്നെ 1 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന് പിന്നെ എല്ലാ ചായപ്പൊടി സാധാരണ സാധാരണ കടകളിലേക്കൊക്കെ രീതിയായി വന്ന്, കഴിഞ്ഞു. അവിടെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ അന്ന് മദ്രാസ് ബോയ്സ് ആയിരുന്നു ഇതൊക്കെ വായിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കൂടി ഡ്രംസ് അത് ഞാൻ ഓർക്കസ്ട്രയ്ക്ക് പ്ലേ ചെയ്യാറുണ്ട്. ശരി. അപ്പം ആദ്യം ഓർക്കസ്ട്രയ്ക്ക് പോവാറുണ്ടായിരുന്നു. പോകാറുണ്ട്. നമുക്ക് സീറ്റോൺ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ. അപ്പം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും സാറ്? അങ്ങനെ ഒന്നുമില്ല, ഈ റിതം സെക്ഷനൊക്കെ കോങ്കോ, തുമ്പ, പിന്നെ അങ്ങനെ കുറച്ച് ജാസ് അതിന് കൊടുത്ത ജാസ് സംസ്ഥാനങ്ങളൊക്കെ. അപ്പം ക്യാമറ അന്ന് പിന്നെ മദ്രാസ് ബോയ്സിന് 1-2 ആൾക്കാരോട് ഇത് വായിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് കണ്ട് അതിൻ്റെ കുറേ നമ്പേഴ്സ് പഠിച്ച്, അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ബദലായിട്ട് അങ്ങനെ ക്യാമറ വള്ളൊക്കെ അങ്ങനെ കുറേ കാലം ക്യാമറ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അത് ഇല്ലാതെ ആയല്ലോ അല്ലേ? പിന്നെ അത് എന്താ വെച്ചാൽ പിന്നെ സർവത്ര ഇതായിപ്പോൾ പിന്നെ അവസാനം ബോറായി തുടങ്ങിയത്. അവസാനം നമ്മളെ ഇവിടുത്തെ പിന്നെ ഇവരില്ല എന്തായിരുന്നു നമ്മുടെ കോഴിക്കോട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന മിഠായി തെരുവാണോ? അല്ല, മിഠായി തെരുവിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, സ്ത്രീകളുടെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറേ ഇവരുണ്ടായിരുന്നു കോഴിക്കോടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി കല്ലെറിഞ്ഞ് എല്ലാം കൂടി നിർത്തിച്ചത്. ബോറായിരുന്നു അവസാനം കേട്ടോ. ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഹോട്ടലുകാർ തമ്മിൽ മത്സരമായി. അതാണ് ആദ്യം വളരെ നീറ്റായിരുന്നു, പിന്നെ ഹോട്ടലുകാർ തമ്മിൽ മത്സരമായി. പറയണ്ട, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും. പിന്നെ ഈ ഉത്സവ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു മൂവിയില് പിന്നെയും എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അത് പിന്നെ പിന്നെയും അല്ല, അതിൻ്റെ മുമ്പിൽ താഴത്തെ കഥാപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ചെയ്തത്. കഥാപുരുഷൻ എന്ന സിനിമയായിരുന്നു. അടൂർ സാറിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ കെ മധുവിൻ്റെ പടത്തിന് പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുവന്ന് ഇയാളെ മറ്റേ മമ്മൂട്ടീനെ കാണിച്ച് എന്നിട്ടാണ് ഇതാകുന്നത്. പക്ഷെ അടൂർ സാറിൻ്റെ ഇത് വരുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ അടൂർ സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന മരുന്നാണ്. എനിക്ക് ഞങ്ങളെ തമ്മിൽ ഒരു പരിചയമില്ലൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, നോക്കാൻ പിടിക്കാൻ അവിടെ വെക്കും. പിന്നെ ഈ ഓണം ഇതൊക്കെ വരുന്ന സമയത്ത് ആശംസകൾ എഴുതിയിട്ട് കാർഡ് വിടും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തുറന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങനെ വിളിച്ച് തിരുവനന്തപുരം വരാണ്ടി പറഞ്ഞു. അപ്പം വന്നിട്ട് എൻ്റെ കുറേ ഫോട്ടോ കക്ഷി തന്നെ സ്വന്തം സ്റ്റിൽ ഫോട്ടോ കുറേ എടുത്ത്, എന്നിട്ട് താടിമേൽ അന്ന് കുറ്റി രോമങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്നും പഠിക്കണ്ട, ഞാൻ നിങ്ങളുടെ വിളിക്കുമ്പോൾ വന്നാൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിളിക്കുന്നു, കറക്റ്റ് ഞാൻ രാവിലെ എത്തുന്നു, വൈകുന്നേരം ഷൂട്ട്, 2 ദിവസം ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മളെ വണ്ടി കൂടെ എടുത്ത് കണ്ട് വിടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഇതിൻ്റെ മുമ്പേ ആ ആക്ടറെ കുറിച്ചിട്ട് ആ ക്യാരക്ടറെ കുറിച്ച് പഠിച്ച് സ്റ്റഡിയാക്കി പിന്നെ വളരെ ആ ക്യാരക്ടറെ കുറിച്ചുള്ള ഫുൾ ബോധത്തോടു കൂടി തന്നെയാണ് ഇങ്ങനത്തെ ഡയറക്ടേഴ്സ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സാമ്പത്തികം എങ്ങനെ വെച്ചാൽ പിന്നെ അങ്ങേരാണ് ചെക്ക് എഴുതിയിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡ് തന്നെ നിങ്ങൾ ഇങ്ങനെ എത്രാം തീയതി വന്നുകൊണ്ട് എൻ്റെ പടം ചെയ്ത് വളരെ നന്നായിട്ടുണ്ട്, വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ലെറ്ററൊക്കെ അയച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സംഭവം. അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്തൊരു പടത്തിന് പിന്നെ ഏതൊരു പടം വേറെ ഏതൊരു പടം കൂടി അതിന് ശേഷമാണ് പിന്നെ ദിലീപിൻ്റെ പടം ചെയ്യുന്നത്. അതിവിടെ ഒരു എന്താ ഫെസ്റ്റിവലിന് അങ്ങനെ വന്നപ്പം പെട്ടെന്ന് കണ്ടപ്പം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു പടം ഉണ്ട്, ഞാൻ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അത് ഇതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ നമ്മളെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയതിന് ശേഷമാണ് അങ്ങനെ വിളിക്കുന്നതും ടപ്പ് എന്ന് പറഞ്ഞ സംഗതി കാര്യങ്ങളൊക്കെ. അവരെന്താ വെച്ചാൽ എന്തുകൊണ്ട് ഗോപാൽ സാറൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു, അല്ല അങ്ങനെ ആയി വരുന്നു വെച്ചാൽ ലോകോത്തര സിനിമക്കാരനായി വരുന്നു വെച്ചാൽ അവരത്ര അത് സ്റ്റഡി ചെയ്യുന്നുണ്ട് സിനിമയെ കുറിച്ചിട്ടാണ്. ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ പടം എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതല്ല. എനിക്കൊന്നും അവർക്കൊക്കെ അതിനോട് നല്ല മാനസികമായ നല്ല സംതൃപ്തിയും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. അത്രയും സമയം അതിനു വേണ്ടി ചെലവഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതൊക്കെ. ഇത് മാത്രമല്ല എനിക്കൊരു അനുഭവം തോന്നിയത് എന്താ വെച്ചാൽ നരേന്ദ്രപ്രസാദ് ഞാൻ ഇതെടുക്കുന്ന സമയത്ത് നരേന്ദ്രപ്രസാദിൻ്റെ ഒരിതുണ്ട്, ഒരു സീൻ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് വെള്ളം കുടിച്ചിട്ട് ഡയലോഗ് പറയാനുണ്ട്. ഒരു 10 പ്രാവശ്യം ചെയ്യിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുക, പറയാ, പിന്നെ പറയാ, പിന്നെ ഇത് തന്നെ. അന്നേരം ശേഷമാണ് അത് ഓക്കെ എന്ന് പറഞ്ഞത്. അത് ശരി.
അല്ലാണ്ട് ഇങ്ങനെ വലിയ നടനിലായിക്കോട്ടെ പോയിക്കൊടുന്ന അങ്ങനത്തെ ഇതൊന്നുമില്ല. അത് അത് അവസാനം അത് മാത്രമല്ല പറയാം. ഞാൻ ലൈറ്റിൻ്റെ ക്യാമറമാൻ്റെ ലൈറ്റിനായിട്ട് സംസാരിച്ചപ്പോൾ എന്താ വെച്ചാൽ ഈ എടുക്കുന്ന ഓരോ ഷോട്ടിലും ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ടാകും. ഈ ഷോട്ടുകൾ ഒരു 10 ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവർ ഏതാണ് നല്ലത് ഷോട്ട്. അതിനകത്ത് ഈ ഇത്രയും ചെയ്തതിനകത്ത് ഏറ്റവും നല്ലത് ഷോട്ട് ഏതാണെന്ന് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഒരു ഫിലിമിൽ ചേർക്കുന്നത്. മറ്റ് നമ്മൾ സാധാരണ രീതിയിൽ അത്രയും സമയം ഉണ്ടാവില്ല, അത്രയും ഇതുണ്ടാവില്ല. കിട്ടിയ ഷോട്ടുകൾ അതിൻ്റെ ചിലപ്പം ലൈറ്റ് കുറവായിരിക്കും, എന്നാലും പിന്നെ ഓക്കെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. എന്നാലും അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ സമയത്ത് പിന്നെ പണ്ട് നമുക്ക് മലയാള ഇതിനകത്ത് റേഡിയോയിൽ വാർത്തകൾ വായിച്ചിരുന്ന രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ പണ്ട് ഡൽഹിയിലാണ് കക്ഷി. ആ കക്ഷിയും പിന്നെ ഇദ്ദേഹം ഡൽഹി പോയ സമയത്ത് ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു വേഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ട്. ആ ഷൂട്ടിങ് തുടങ്ങി അന്ന് മുതൽ അങ്ങേരുണ്ട് അവിടെ. പിന്നെ മൂപ്പര് റോള് വന്ന് എന്താ വെച്ചാൽ ഇദ്ദേഹം മറ്റേ നമ്മുടെ നായകൻ കുളിച്ച് തലയിൽ വെള്ളം ഒഴിച്ചിങ്ങനെ വരുന്നു. മറ്റേ ഇവരെ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. അവിടേക്ക് കയറി വരുമ്പം ഒരു കാറ് വരാണ്ട് പിന്നെ അവരറിഞ്ഞു അങ്ങേര് വന്നല്ലോ എന്നുള്ള ഒറ്റ ഡയലോഗ് പറയാനുണ്ട്. ആ ഡയലോഗ് അതൊരു 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. നവംബർ 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. 12 മണിയായിട്ടും ഷോർട്ട് ഒക്കെ ആവുന്നത് ഈ ഒരു ഡയലോഗ്. അങ്ങനെ അവസാനം മൂപ്പരെ മാറ്റി നിർത്തി. എന്നിട്ട് വേറെ ആരെ കൊണ്ടൊക്കെയോ ഒക്കെ ചെയ്യിച്ചിട്ട് അവസാനമാണ് പറയുമ്പോൾ ഒരൊറ്റ ഡയലോഗാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്, ഡൽഹി പോയാൽ സഹായിക്കുന്ന ആളാണ്. പക്ഷെ പറഞ്ഞിരുന്നത് സിനിമേൻ്റെ അകത്ത് അതൊക്കെയാണ് ഇവരൊരു ക്വാളിറ്റി ഭയങ്കര. ഒരു വിട്ടുവീഴ്ചയും താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇതിനകത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെ അതുകൊണ്ടാണ് അത്രയും ഹിറ്റായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങൾ. അതേപോലെ MT വാസുദേവൻ സാറിൻ്റെ മനോരഥങ്ങൾ അതിലൊരു ഓളവും തീരവും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിനകത്താണ് എനിക്ക് മോഹൻലാലായിട്ട് അഭിനയിക്കാനുള്ള അവസരം. അതെ, അതിലാണ് ലാലേട്ടനായിട്ടുള്ളത്. അതെ അതെ, അത് MTയുടെ 9 ചെറുകഥകളാണ് ചെയ്യുന്നത്. അതിനകത്ത് ഓളവും തീരം എന്ന് പറയുന്ന ചെറുകഥയാണ്. പക്ഷെ അത് പണ്ട് പിന്നെ നമ്മുടെ മേനോൻ സാറ് ചെയ്തതാണ്, സിനിമയാക്കിയതാണ്. അപ്പോൾ അത് വീണ്ടും പിന്നെ നമ്മുടെ ഡയറക്റ്റ് ചെയ്യുന്ന ആരായിരുന്നു, പേര് ഓർമ്മ വരുന്നില്ല, അവരെയും ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സുപ്രസിദ്ധനായ ഡയറക്ടറാണ്. അപ്പം അതിനകത്താണ് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള സംഭവം കിട്ടുന്നത്. ഇതേമാതിരി തന്നെ മമ്മൂക്കൻ്റെ മാതിരി തന്നെ ഇങ്ങനെ കൂടെ പണ്ട് ഞാൻ പിന്നെ നമ്മളെ മോഹൻലാലിൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിരുന്നു കുറേ മുമ്പാണ്. അതും ഈ പറഞ്ഞ മാതിരി ഞാൻ മോഹൻലാലിനെ സംബന്ധിച്ച് പോകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്കാണ് അവിടെ ഞാൻ എത്തുന്നത്. നല്ല മഴയാണ്, പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. ഞാനൊക്കെ ഇങ്ങനെ വിറച്ചും കണ്ടിങ്ങനെ ഇതിൽ നിൽക്കാം. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ കാണുന്നത് വെച്ചാൽ ഒരു പുഴേൻ്റെ അത്ര മരം കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ട് പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുക്കുണ്ട് തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് മോഹൻലാൽ ഇങ്ങനെ പെരും മഴയും കൊണ്ട് രാവിലെ 6 മണിക്ക് ഇങ്ങനെ ഷോട്ട് എടുക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും, പുഴേനകത്തേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാവും, അത്രയും കുത്തുകൾക്കാണ്. കെട്ടിയിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ കയറും കഴിച്ച് കെട്ടിയിട്ടുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, നിൽക്കണ്ടേ. അപ്പം ഞാൻ ആ ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോണ്ട് MTയുടെ മകള് വരുന്നത്. മകള് വന്നിട്ട് പറഞ്ഞു ഇതെങ്ങനെയൊന്ന് കഴിഞ്ഞിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഈ പുഴനകത്ത് കൂടെ എന്താ ഒഴുകി വരാന്ന് പറയാൻ പറ്റില്ല. പെരുമ്പാമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ഞാൻ മതിയെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബേജാറായിട്ട് പോയതാണ്. ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ ഷോട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കടന്നു പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നാൽ നമ്മുടെ ഒപ്പരം അഭിനയിച്ചിരിക്കുന്നല്ലോ എന്നോട് മോഹൻലാൽ. അപ്പോൾ ഞാൻ സാറിങ്ങനെ പറയുന്ന ഒപ്പരം അങ്ങോട്ട് പോയി. ഭയങ്കരമായിട്ട് അവരൊക്കെ സമ്മതിക്കണം. ഇതൊക്കെ പറയുമ്പോൾ വലിയ ഇതെന്നല്ല, 2 ഡയലോഗ് ഇട്ടാ പറഞ്ഞിട്ട് ഇതിനകത്തുള്ളായിരുന്നു. നരനിൽ നരൻ എന്നുള്ള സിനിമയിലത്ത് ആകെ 2 ഡയലോഗ് ഇട്ട് ഞങ്ങൾ അന്ന് അങ്ങനെയുള്ള മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഇത്തരം സാധനങ്ങൾ അവരുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്നുള്ള അതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ അന്ന് മുഴുവൻ മൂപ്പര് കൂടെ തന്നെയായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു.
അത് നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു കിട്ടലാണ് കിട്ടിയത്. ആളെങ്ങനെയാ സംസാരിക്കുമ്പോഴൊക്കെ സീരിയസ് ആണോ? പിന്നെ നമ്മൾ അധികം കൊണ്ട് കയറി കൊണ്ട് സംസാരിക്കാൻ നിന്നില്ല. ആ കണ്ട വിഷയം പിടിക്കണം, ആ ഒരു വർത്താനം കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മൾ വെറുതെ ഓരോ ബുദ്ധിമുട്ടിക്കേണ്ട ഇതന്നെ. അതെ. ഇപ്പോൾ ഡ്രാമയിലാണെങ്കിലും മൂവീസിലാണെങ്കിലും ഇങ്ങനെ വീട്ടുകാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് വേണമല്ലോ നമ്മൾ ഓരോ കാര്യത്തിനൊക്കെ പോവാം. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും എങ്ങനെയാണ് എല്ലാവരും? അതൊരു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. രണ്ടും കൂടെ ഒപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഫാമിലിനെയും നമ്മൾ ഒപ്പിച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് കുറേ വീട്ടിൽ നിന്നുള്ള കുറേ സപ്പോർട്ടിനെ കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് 90% ലോസപ്പയാണ്, ഒന്നും ഇതാവാനില്ല. നാടകത്തിന് പറഞ്ഞാൽ നാടകത്തിന് വരുമാനം ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളൊന്നും പ്രൊഫഷണൽ നാടകക്കാരല്ല. പ്രൊഫഷണൽ നാടകക്കാർക്കാണ് പിന്നെ അതെ കാര്യങ്ങൾ. നമ്മൾ അമേച്ചർ നാടക സംഘങ്ങളാണ്. അപ്പം നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ കാശ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കയ്യിൽ നിന്ന് നമ്മളൊക്കെ ഇതിനോടുള്ള അതുകൊണ്ട് നമ്മൾ സ്റ്റേജിൻ്റെ പൈസ മറ്റേൻ്റെ പൈസ കൊടുക്കാണ്ടാവില്ല, അവസാനം നമ്മളെടുത്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാവുക. ചിലവ് നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാനാണ്. ഇത് വീട്ടുകാർക്ക് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് എത്ര വെച്ചിട്ട് ഇങ്ങനെ വരുമാനം ഇങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ വീട്ടുകാരും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലൊക്കെ ഒരുപാട് ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പം പുസ്തകങ്ങൾ വാങ്ങാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വാങ്ങാണ്ട് അതുണ്ടാവില്ല. അപ്പോൾ ഓണം പിന്നെ സ്പെഷ്യൽ ഓണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പുസ്തകച്ചന്ത എന്ന് പറഞ്ഞ നടത്തുന്നുണ്ട്. അന്ന് പുസ്തകത്തിൻ്റെ വില പകുതിയായിരിക്കും, പക്ഷെ വാങ്ങാൻ പൈസ ഉണ്ടല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എത്രയോ കാലം നോക്കി വെച്ച പുസ്തകമായിരിക്കും അത്, അപ്പോൾ സമയത്ത് വാങ്ങേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങാനുള്ള വല്ല പുസ്തകത്തിൻ്റെ പൈസ അല്ലെങ്കിൽ മറ്റേ ഇതങ്ങാണ്ട് പെട്ടെന്ന് ഇതെടുത്ത് അത് പിന്നെ വാങ്ങാനാണ് പറ്റില്ല. പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക. വീട്ടിൽ ഉപ്പും മുളകും വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങാണ്ടിരിക്കുമ്പോഴാണ് ഈ പുസ്തകം കൊണ്ട് വരുന്ന എടുത്ത് വലിച്ചെറിയില്ല ആരായാലും. അപ്പോൾ അത് എവിടെയെങ്കിലും വെക്കാം, നല്ല പുറത്തെവിടെയും വെക്കും. 4 ദിവസം കഴിഞ്ഞിട്ട് അത് പുസ്തകത്തിന് കൂടുതൽ അങ്ങോട്ട് വെച്ച് കൊടുത്തുള്ള രീതി. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറേ. പിന്നെ വൈഫും അങ്ങേയറ്റം ഇതായിരുന്നു കേട്ടോ. നമുക്ക് വൈഫായാലും മക്കളായാലും നമ്മൾ അങ്ങേയറ്റം സപ്പോർട്ടായിരുന്നു. പിന്നെ കാരണം പിന്നെ നമുക്ക് കാശ് കിട്ടി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ രക്ഷയുള്ളൂ എന്നുള്ള ഒരു തരം ഇതായിരുന്നു. വളരെ ഇതായിരുന്നു. കാരണം വെച്ചാൽ ഒരിക്കലും എനിക്ക് ഏറ്റവും എന്താ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം, വലിയ പുസ്തകം, അപ്പോൾ അത് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ എഴുതിയെടുത്തുകയായിരുന്നു. അപ്പോൾ വൈഫ് തന്നെയാണ് കുറേ 90% എഴുതി പോയി കഴിഞ്ഞാൽ അതൊക്കെ എഴുതിയെടുത്തുക. അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. ഫാമിലി ഇപ്പോൾ രണ്ട് പെൺകുട്ടികളാണ്. രണ്ടാളും ഇപ്പോൾ ഇതിനകത്ത് തന്നെ വർക്ക്. ഇതിനകത്ത് നിന്ന് ഒരാൾ മനോരമ ചാനലിലെ എഡിറ്ററായിരുന്നു, ഇപ്പം സ്വന്തമായിട്ട് വർക്കാണ്. അവളെ ഹസ്ബൻഡും മനോരമ ചാനലിൻ്റെ എഡിറ്ററാണ്. രണ്ടാമത്തെ മകള് മീഡിയ വണ്ണിൽ പിന്നെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ ഹസ്ബൻഡ് ഇതേമാതിരി സ്വന്തം സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് ഇതേമാതിരി ഡബിങ്ങും ഇതൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പം അങ്ങനെ സെറ്റപ്പാണ്. ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു സ്വതന്ത്രനാണ്, വലിയ പ്രശ്നങ്ങളും കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഒന്ന് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസിന്റെ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു. സെബാസ്റ്റ്യൻ ചെയ്തിരുന്ന ഡയറക്ടറായിരുന്നു. പിന്നെ നല്ല അഭിപ്രായമായിരുന്നു ആ മൂവിയെ കുറിച്ച്. നല്ല അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അടുത്ത് കണ്ണ് കാണാത്ത ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ റോള് പരുവത്തൊക്കെ ഞാൻ കുറേ അതിന് വേണ്ടി മെനക്കെട്ടുണ്ടായിരുന്നു. അതിൻ്റെ നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. നല്ല ഭാഗത്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നൊന്നിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള എന്ത് കോവിലകമാണ്, കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞ പടം, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ 2 പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ കൂടെ എൻ്റെ ഇത്തരം ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും നാടകത്തിന് ഇപ്പോഴും സജീവമാണ്. നമുക്കത് പ്രൊഫഷണൽ നാടകത്തിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആളുകളുടെ വരുമാന മാർഗ്ഗമാണ്. അതിനകത്ത് പിന്നെ ഒരു നാടക ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 10-15 ആളുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്കെങ്കിൽ നമ്മളത് അഗ്രിമെൻ്റ് ചെയ്യണം. എല്ലാവരും ഈ എപ്പം നാടകം വന്നാലും പോകുന്നുള്ളതിനകത്ത്. ആ സമയത്ത് നമുക്ക് സിനിമ വന്നാൽ പോകാൻ പറ്റില്ല. അപ്പം പിന്നെ അത് ക്ലാഷ് ആവുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ പണ്ടേ നമ്മൾ മാറ്റി നിർത്തി. അങ്ങനെ അതാണ് പ്രൊഫഷണൽ നാടകം. പക്ഷേ അമേച്ചർ നാടകങ്ങൾ നമ്മൾ
നമ്മളതായ രീതിയിൽ അതെ, എത്ര തീയതി നാടൻ കളിക്കും, പിന്നെ ഒരു കണ്ടിന്യൂ ചെയ്യാനൊന്നുമില്ല, അതോടെ തീരും, അതോട് കൂടിയിട്ട് നമ്മളെ കയ്യിൽ നിന്നിട്ടിട്ട് അതെ ചെയ്യണം. അതെ. ഇപ്പോഴത്തെ ജനറേഷനോട് എന്താണ് ഒരു ആക്ടിങ് സ്കിൽസിന് പറ്റിയിട്ടൊരു ടിപ്സും ട്രിക്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ? നമുക്കൊന്നും പറയാനില്ല, കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഇഷ്ടംമാതിരി യൂട്യൂബിൽ അതിൻ്റെ ഇഷ്ടമായ സംഭവങ്ങൾ കിട്ടാനുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വിഘ്നങ്ങളും ഒരു പ്രതിസന്ധിയും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. എനിക്കിപ്പോൾ 74-75 വയസ്സായി. ഇത്രയും കാലത്തുകൊണ്ട് എനിക്ക് മനസ്സിലായ സംഭവമാണ്, നമ്മളൊരു ഒന്നിനും ഇഷ്ടപ്പെട്ട അതിനകത്തേക്ക് നമ്മൾ മെനക്കെട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അതിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് എത്തുന്നുള്ളത് തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ തലമുറക്കാണെങ്കിൽ ഇഷ്ടമാതിരി പല വഴികളുണ്ട്, പണ്ടത്തെ നമ്മളെ മാതിരില്ല. പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടായിരുന്നു. പിന്നെ ഒരു കാരണത്തിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. നമുക്കറിയാം ഇപ്പം നമുക്കൊരു ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടെ കാണാം, ഇതാക്കാം. പണ്ടൊക്കെ ഒരു ക്യാമറാമാൻ ആവണമെങ്കിൽ ഇവരുടെ തന്നെ ചോദിച്ചാൽ അറിയാം നമുക്ക്. കാരണം വെച്ചാൽ എത്രയോ കാലം അതിൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്യാമറമായിട്ട് ആളെ മാറ്റലും ഇത് മേടിക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂവിനുള്ളിൽ കൂടെ നോക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെയാണ് ഓരോ ക്യാമറമാൻ ആവുന്നതും ഇവരാവുന്നതും ഡയറക്ടർ ആവുന്നതൊക്കെ തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടും ദുരിതം അനുഭവിച്ചിട്ടായിരുന്നു. പിള്ളേർക്ക് പ്രശ്നമല്ല. അപ്പം നമുക്ക് ഒന്നാമത് പഠിക്കാൻ യൂട്യൂബിൽ അത് കാര്യങ്ങൾ കണ്ടു, പക്ഷെ അത് അതേപടി ചെയ്യുന്നതാണോ ശരി, അല്ലെങ്കിൽ അടുത്ത പറയുന്ന മാതിരി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണോ ശരി എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏതൊക്കെ സിനിമകളായിരുന്നു എന്നുള്ളതൊന്ന്? സൗണ്ട് എഫക്ട്സ് ഞാൻ 1-2 സിനിമ ഉണ്ടോ. ഒന്ന് മിഴി എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ഏതായിരുന്നു, അങ്ങനെ 1-2 സിനിമ ഉണ്ട്. പക്ഷെ ഇത് ഒരുപാടുണ്ടായിരുന്നു. സീരിയലുകൾ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വളരെ മെനക്കെട്ടിരുന്ന സീരിയൽ ജ്യോതിർമയി ഫസ്റ്റിൽ ഇറങ്ങിയ സീരിയലായിരുന്നു. സിനിമയിൽ ഇറങ്ങുന്നതിന് മുമ്പ് കാലഘട്ടത്തിലായിരുന്നു അതെനിക്ക് തോന്നുന്നൊരു 84-85 കാലഘട്ടങ്ങളിലായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ കാലത്ത് ഇന്നിപ്പോൾ കാണുന്ന പല ആളുകളും അന്ന് സീരിയലിലും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ പിന്നെയാണ് സിനിമയിൽ പിടിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ ഉള്ള പരിചയം ഇതൊക്കെയൊക്കെ തന്നെ. ഓക്കെ സാർ, ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാടധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. നന്ദി. ഇത്രയും നേരം ഞങ്ങളുടെ സംഭാഷണം കേട്ടിരുന്ന മൂവി ഗാലറിക്കും അതിൻ്റെ പ്രേക്ഷകർക്കും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.